എങ്ങനെയാണ് ഒരു ചുരിദാറിൽ നിന്നും അളവെടുത്ത് മറ്റൊരു ചുരിദാർ തയ്ക്കുക, ഏതൊക്കെ അളവുകൾ വേണം, ഏതൊക്കെ അളവുകൾ വേണ്ട എന്നൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ പറയണത്. അപ്പോൾ കണ്ടോളൂ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ചെസ്റ്റ് എത്രയാണെന്നുള്ളത് നോക്കാം. ചെസ്റ്റിൻ്റെ അളവ് ഇതാ, ഇവിടുന്ന് ഈ സ്റ്റിച്ച് തൊട്ട് മറ്റേ സ്റ്റിച്ച് വരെ, ഒരു കൈക്കുഴിയിൽ നിന്നും മറ്റേ കൈക്കുഴി വരെയാണ് ചെസ്റ്റിൻ്റെ അളവ് വരുന്നത്. അപ്പോൾ നമുക്ക് അത് എത്രയാണെന്നുള്ളത് സ്റ്റിച്ച് ചെയ്ത് നോക്കാം. ഇതാ ഞാനിവിടെ ഒരു വര വരച്ചിട്ടുണ്ടല്ലോ, ആ ഒരു വര തൊട്ട് വര കേട്ടോ. അത് അവിടെ നിന്നാണ് നമ്മുടെ സ്റ്റിച്ച് കാണാത്തത് കൊണ്ടാണ് ഞാനിങ്ങനെ വരച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് എത്രയാണോ കിട്ടേണ്ടത് അതെടുക്കുക. ഇനി ഇത് തുണിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഇതിൻ്റെ പകുതി ആണ് നമ്മൾ എടുക്കുക കേട്ടോ. അതായത് 4 ആക്കി മടക്കിയിട്ടാണ് നമ്മൾ തുണി വെട്ടുക. അപ്പോൾ ഇതിൻ്റെ പകുതിയിലാണ് നമ്മൾ കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഇത് 19.5 ആണെങ്കിൽ 9.25, സോറി 9.25 അങ്ങനെ കേട്ടോ. ഇപ്പോൾ ഇത് ഷേപ്പ് കേട്ടോ, ഷേപ്പ് ഇവിടെ നിന്ന് തൊട്ട് ഇതുവരെ. ഓക്കെ, അപ്പോൾ ആ ഒരു വളഞ്ഞ വര ഉണ്ടാവും, വര പോലെ നമ്മൾ അരിച്ചിട്ടുണ്ടാവുമല്ലോ, ആ ഒരു ഭാഗമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എത്രയാണോ ഷേപ്പ് കിട്ടിയത് അത് നമ്മൾ എഴുതി വെക്കുക. തുണിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ പകുതി പ്ലസ് 1.5 കേട്ടോ, 1.5 തയ്യൽ തുമ്പാണ്. ഇനി നമുക്ക് ആം ഹോൾ എത്രയാണ്, ഷോൾഡർ എത്രയാണ് എടുത്തിട്ടുള്ളതെന്നൊക്കെ നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക കേട്ടോ. നമ്മുടെ ടാപ്പ് ഇതാ ഇങ്ങനെ പിടിച്ചിട്ട് ഇതാ കറക്റ്റ് ഇങ്ങനെ പിടിക്കുക, എന്നിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കുക. കണ്ടോ, ഇങ്ങനെ മടക്കി കൊടുക്കുക. അപ്പം നമുക്ക് എത്രയാണെന്നുള്ളത് കിട്ടും, കറക്റ്റ് കിട്ടും കേട്ടോ. നമ്മൾ എവിടെ നിന്നാണ് മടക്കിയതെന്ന് നോക്കുക. അപ്പോൾ നമുക്കിത് കറക്റ്റായിട്ട് കിട്ടും. ഇതിവിടെ 7.5 ഇഞ്ചിലാണല്ലോ വരുന്നത്. 7.5 ഇഞ്ചല്ല, 7 ഇഞ്ച്. ഓക്കെ, 1/2 ഇഞ്ച് നമുക്ക് അവിടെ അടിച്ച് പോയിട്ടുണ്ട് ഷോൾഡറിൻ്റെ അവിടെ. അപ്പോൾ നമുക്ക് 7.5 ഇഞ്ചാണ് നമ്മുടെ ആം ഹോളിൻ്റെ അവിടെ നിന്ന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എല്ലാ ചുരിദാറിലും ആം ഹോളിൻ്റെ അവിടെയും അതുപോലെ ഷോൾഡറും നമ്മൾ ഒരേ അളവാണ് കൊടുക്കുക. ഇപ്പോൾ 7 ഇഞ്ചാണെങ്കിൽ 7 ഇഞ്ച്, 7.5 ഇഞ്ചാണെങ്കിൽ 7.5 ഇഞ്ച്, അങ്ങനെയൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ രണ്ടും ഒരേപോലെ ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് അതിലൊരു സംശയവുമില്ല. ഇനി നമുക്ക് നെക്കിൻ്റെ അളവെടുക്കണം, അതുപോലെ ഹിപ്പിൻ്റെ അളവെടുക്കണം. സ്ലിറ്റ് എത്രയാണോ വലിപ്പം വേണ്ടത് എന്നുള്ളത് നോക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്ലിറ്റ് എവിടെ നിന്നാണോ തുടങ്ങുന്നത് ആ ഒരു അളവ് നമുക്ക് ആദ്യം ചെക്ക് ചെയ്യാം. ഓക്കെ, ആ ഓപ്പൺ തുടങ്ങുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ഭാഗത്ത് നിന്ന് കേട്ടോ. അപ്പോൾ നമുക്ക് 2 വിധത്തിൽ സ്ലിറ്റിൻ്റെ അളവെടുക്കാം. അതായത് മുകൾ ഭാഗത്തുനിന്ന്, അതായത് ഷോൾഡർ തൊട്ട് ആ ഓപ്പണിൻ്റെ ഭാഗം വരെ നമുക്ക് എടുക്കാം. ഇനി അതല്ലെങ്കിൽ നമ്മുടെ കൈക്കുഴിൻ്റെ അവിടെ നിന്ന് താഴോട്ട് ആ സ്ലിറ്റിൻ്റെ അവിടെ വരെയുള്ള അളവും നമുക്ക് എടുക്കാം. അത് രണ്ടും ഒരേ അളവ് തന്നെയാണ്, പക്ഷേ കൈക്കൂടിൻ്റെ അവിടെ നിന്ന് എടുക്കുമ്പോൾ നമുക്ക് കുറച്ച് കൊടുത്താൽ മതി, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ രണ്ടും ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ 19 ആണ് മുകളിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്, താഴേന്ന് 12.5 ഇഞ്ചുമാണ് കിട്ടിയിട്ടുള്ളത്. കണ്ടോ, 12.5 ഇഞ്ചാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മളിതൊക്കെ ഒരു നോട്ട്ബുക്കിൽ എഴുതി വെക്കുക. എന്നിട്ട് തുണിയിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് തന്നെ കൊടുക്കുക കേട്ടോ. ഇപ്പോൾ നമ്മൾ സ്ലിറ്റിൻ്റെ ലെങ്ത്ത് നമ്മൾ തുണിയിൽ കൊടുക്കുമ്പോൾ 12.5 ഇഞ്ചാണെങ്കിൽ നമുക്ക് 13 ഇഞ്ച് കൊടുക്കേണ്ടി വരും. 1/2 ഇഞ്ച് അവിടെ അമൂളിൻ്റെ അവിടെ മടക്കി തയ്ക്കണ്ടേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ ഇനി നമുക്ക് ഓപ്പൺ വിടുത്ത് നോക്കണം. ഓപ്പൺ വിടുത്ത് ഒരു ഓപ്പണിൻ്റെ അവിടെ നിന്ന് മറ്റേ ഓപ്പൺ വരെ എത്രയാണോ വിടുത്തുള്ളത് അത്രയാണ്. തുണിയിൽ കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ പകുതി പ്ലസ് 1.5. ഇനി നമുക്ക് ചുരിദാറിൻ്റെ താഴെ ഭാഗത്ത് എത്രയാണ് വിടുത്ത് വേണ്ടത് എന്നുള്ളത് നോക്കണം. അത് എത്രയാണോ നോക്കുക. ചിലവർക്ക് കുറേ അധികം വിടുത്തുണ്ടാവുന്നതൊന്നും പറ്റില്ല. അപ്പോൾ നമുക്ക് കറക്റ്റ് ഒരു തരുന്ന അതേ ചുരിദാറിൻ്റെ അതേ വിടുത്തിൽ തന്നെ ചെയ്ത് കൊടുക്കുക. ചിലർക്ക് കുറച്ചും കൂടി വിടുത്ത് വേണമെന്ന് പറയുമ്പോൾ അതിൽ കൂടുതലും ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് സ്ലീവിൻ്റെ ലെങ്ത്താണ്, അതുപോലെ സ്ലീവിൻ്റെ ബോട്ടം വിടുത്തും അതുപോലെ അതിൻ്റെ സെൻറ്ററിലെ വിടുത്തും, ആ ഒരു വിടുത്ത് മാത്രമാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. ആദ്യം സ്ലീവിൻ്റെ ലെങ്ത്ത് നോക്കുക, എന്നിട്ട് നമ്മൾ സ്ലീവിൻ്റെ ഇവിടുത്തെ വിടുത്തും അതുപോലെ കുറച്ച് മുകളിലോട്ടുള്ള ആ ഒരു വിടുത്തും കൂടെ നമ്മൾ എഴുതി വെക്കുക കേട്ടോ. അത് നമുക്ക് വേണ്ടി വരും. സ്ലീവ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ അതിൻ്റെ സെയിം അളവ് തന്നെ നമുക്ക് എടുത്താൽ മതി. അതിൻ്റെ പകുതിയൊന്നും ആക്കി എടുക്കണ്ട കേട്ടോ. ഇത് നമ്മൾ പകുതിയാക്കിയിട്ട് തന്നെയാണല്ലോ ഇടുക. അപ്പോൾ നമുക്ക് ഇതേ കറക്റ്റ് അളവ് എടുക്കുക, എന്നിട്ട് 1.5 ഇഞ്ചോ അല്ലെങ്കിൽ 1 ഇഞ്ചോ തയ്യൽ തുമ്പ് കൊടുത്താൽ മതി. ഇനി നമുക്ക് നെക്കിൻ്റെ ലെങ്ത്ത് വേണം, നെക്കിൻ്റെ വിടുത്ത് വേണം.
അപ്പം ഞാൻ പറഞ്ഞല്ലോ നെക്കിൻ്റെ ലെങ്ത്ത് ഇതുപോലെ നമ്മൾ ആം ഹോള് കണ്ടെത്തിയ പോലെ തന്നെ കണ്ടെത്തുക. അതേപോലെ നെക്കിൻ്റെ വിടുത്ത് കണ്ടെത്താൻ ഒരു മാർഗ്ഗമുണ്ട്. നമ്മൾ ആം ഹോള് ഒരു സൂത്രമാണ് കേട്ടോ. ആം ഹോൾ എത്രയാണോ നമുക്ക് കിട്ടിയത് 7.5 അല്ലേ, അപ്പോൾ ആ 7.5 കിഴിച്ചിട്ട് ബാക്കി എത്രയാണോ വരുന്നത് അവിടുത്തെ ആ ഷോൾഡർ ഒന്ന് ചെക്ക് ചെയ്താൽ നമുക്ക് ബാക്കി എത്രയാണോ വരുന്നത് അതായിരിക്കും അതിൻ്റെ വിടുത്ത്. ഇനി ഡൗട്ടുള്ളവർ ഇതുപോലെ ഇങ്ങനെ നോക്കുക. അപ്പോൾ നമുക്ക് 7 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ക്യാൻവാസിൽ കട്ട് ചെയ്യുമ്പോൾ അത് എത്രയായിരിക്കും? 3.5 ആയിരിക്കും അല്ലേ. 7ൻ്റെ പകുതി 3.5 ആയിരിക്കും വരുന്നത്. ഇനി നമുക്ക് ചുരിദാറിൻ്റെ ലെങ്ത്ത് നോക്കണം. എത്രയാണോ ലെങ്ത്ത് അത് നോക്കുക. പിന്നെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണോ ലെങ്ത്ത് കിട്ടിയത് അതിനേക്കാൾ 2 ഇഞ്ച് കൂടുതലായിട്ട് നമ്മൾ എടുക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ 1/2 ഇഞ്ച് നമുക്ക് മുകൾ ഭാഗത്തും 1 ഇഞ്ച് നമുക്ക് താഴെ ഭാഗത്തും മടക്കിയെടുക്കാം.